നമസ്കാരം, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖം തന്നെയല്ലേ? കുറച്ചു കാലത്തിന് മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത് എനിക്കറിയാം. ആദ്യമായിട്ടാണ് തോന്നുന്നു ഒരു ദിവസം 2 വീഡിയോ ഒക്കെ വരുന്നത്. എപ്പോഴോ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു 2017 ലാസ്റ്റത്തെ ദിവസം എന്നെ 2-3 പ്രാവശ്യം കാണാനുള്ള അവസരം ഉണ്ടെന്ന്. എന്താണെന്നറിയാമോ, തിരുവാതിരയല്ലേ വരുന്നത്. തിരുവാതിരയുടെ പുഴുക്ക് ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ ശരിയാക്കുമെന്ന് എനിക്കറിയാം. മാത്രമല്ല, എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു തിരുവാതിര വരുന്നേക്കാൾ മുമ്പായിട്ട് തിരുവാതിര പുഴുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ ഇതെന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഉള്ള ഇഴങ്ങും അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങൾ വെച്ച് ഉണ്ടാക്കി നോക്കുക. എല്ലാം ചിലപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു നിർബന്ധങ്ങളില്ല. അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം എൻ്റെ അടുത്ത് അഭിപ്രായം പറയാം. പൊട്ടും വൈകാണ്ട് നമുക്ക് എങ്ങനെയാണ് തിരുവാതിരപ്പുഴുക്ക് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ വൺസ് അഗൈൻ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ബൈ. ഇപ്പൊ നമുക്ക് നമ്മുടെ തിരുവാതിര സ്പെഷ്യൽ പുഴുക്കുണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് പയറുവർഗ്ഗങ്ങളാണ്. അപ്പോൾ ഞാനിവിടെ ചെറുപയർ എടുത്തിട്ടുണ്ട്, വൻപയർ എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് മുതിര എടുത്തിട്ടുണ്ട്. ചിലർ കടല ചേർക്കും. ഇത് ഓരോ സൈഡിൽ പോകുമ്പോൾ ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. ചില ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വൻപയർ മാത്രമേ എടുക്കുള്ളൂ, ചിലവർ കടല മാത്രമേ എടുക്കുള്ളൂ. പക്ഷെ ചിലവർ എല്ലാ പയറുവർഗ്ഗങ്ങളും എടുക്കും, പരിപ്പ് എടുക്കാറില്ല കേട്ടോ സാധാരണ രീതിയിൽ. അപ്പൊ പയറ്, ചെറുപയറ്, കടല, മുതിരയാണ് സാധാരണ രീതിയിൽ എടുക്കാറ്. ഞാൻ കടല എടുത്തിട്ടില്ല, ബാക്കി 3 പയറുകളും എടുത്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ഒരു 4 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വെള്ളമൊക്കെ മാറ്റി വെച്ചിരിക്കുന്ന പയറാണ്. ഇത് നമുക്ക് വേവിച്ചെടുക്കണം. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ എരിശ്ശേരി വെക്കത്തില്ലേ, അതുപോലെയൊക്കെ തന്നെയാണ് ഏകദേശം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുക്കുക, കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അളവ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് വൻപയറും അതുപോലെ തന്നെ 1/4 കപ്പ് ചെറുപയർ, 1/4 കപ്പ് മുതിര. അതാണ് ഇന്നത്തെ ഇതിന്റെ അളവ്. അപ്പൊ ഇത് കുതിർന്ന് വന്നപ്പോൾ കുറച്ച് കൂടുതൽ പോലെ തോന്നുന്നുണ്ട് അല്ലെ. അതങ്ങനെയാണ്, നമ്മുടെ മുതിരയും കടലയും എല്ലാം വീർത്ത് വരും സോക്ക് ചെയ്യുമ്പോൾ. അപ്പൊ ഇത് നമുക്ക് ആദ്യം തന്നെ വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമുക്ക് ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആദ്യം പയറുവർഗ്ഗങ്ങൾ വേവിക്കണം, അതിനുശേഷമാണ് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ വേവിക്കേണ്ടത്. അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഇതിലേക്ക് 2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് വറ്റിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. കുറഞ്ഞു പോകാൻ പാടില്ല ഒരിക്കലും, കാരണം പയറുവർഗ്ഗങ്ങൾക്ക് അത്യാവശ്യം വേവുണ്ട്. അപ്പോൾ ആ വെള്ളം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്തിട്ട് വേവിച്ചെടുക്കണം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അവസാനമായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം 5 വിസിലോളം നമുക്ക് വെക്കുക. അതിനുശേഷം പ്രഷർ പോയതിന് ശേഷം ഓപ്പൺ ചെയ്യാം. ഇനി നമ്മളുടെ ഈ പുഴുക്കിലോട്ട് വേണ്ടത് കിഴങ്ങ് വർഗ്ഗങ്ങളാണ്. സാധാരണ രീതിയിൽ ഒരുപാട് തരം കിഴങ്ങുകൾ നമ്മൾ ഈ പുഴുക്കിന് വേണ്ടി ഉണ്ടാക്കും. പക്ഷെ എൻ്റെ കയ്യിലിപ്പോൾ ചേനയുണ്ട്, ചേമ്പുണ്ട്, മധുരക്കിഴങ്ങുണ്ട്, അതുപോലെ തന്നെ കാച്ചിലുണ്ട്. പിന്നെ സാധാരണ രീതിയിൽ ചെറുകിഴങ്ങ് എന്ന് പറഞ്ഞൊരു കിഴങ്ങുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും അവൈലബിൾ ആവുന്ന ഒരു കിഴങ്ങാണ്, നല്ല ടേസ്റ്റ് ആണ്. ചെറുകിഴങ്ങ്, അതുപോലെ തന്നെ കൂർക്ക, ഈ ഐറ്റംസ് ആണ് സാധാരണ. കൂർക്കയും ചെറുകിഴങ്ങും എനിക്ക് കിട്ടിയില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പച്ചക്കായാണ്. അപ്പം ഭൂമിയുടെ അടിയിലത്തെ ഐറ്റംസും പ്ലസ് ഭൂമിയുടെ മുകളിലുള്ള കായും ആണ് നമ്മൾ സാധാരണ രീതിയിൽ വെക്കുന്നത്. ഉള്ള സംഭവം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഞാനൊരു പാത്രത്തിലോട്ട് ഈ സംഭവങ്ങളൊക്കെ വലുതാക്കി അരിഞ്ഞിട്ടിട്ടുണ്ട്. വെള്ളത്തിൽ അരിഞ്ഞിട്ട് അല്ലെങ്കിൽ ഡിസ്കളറേഷൻ വരും. അപ്പൊ ഉപ്പുവെള്ളത്തിൽ കുറച്ച് അരിഞ്ഞിട്ട് വെക്കുക. പയർ വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. അപ്പം ചേന, കായ, കാച്ചില്, ചേമ്പ്, മധുരക്കിഴങ്ങ്, ഇത്ര ഐറ്റംസ് ആണ് കേട്ടോ ഇത്. ഇവിടെ ചേർത്തിരിക്കുന്ന കഷ്ണങ്ങളുടെ അളവ് പറയുകയാണെങ്കിൽ ഒരു പച്ചക്കായ ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു ചേനയുടെ ഒരു വലിയ പീസ് ചേന, അതുപോലെ തന്നെ ഒരു മധുരക്കിഴങ്ങ്, പിന്നെ കാച്ചിലിന്റെ ഒരു വലിയ കഷ്ണം, ഒരു ചേമ്പ്. എത്രയാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് പയർ വേവാൻ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആ സമയം കൊണ്ട് നമുക്ക് നാളികേരം കുറച്ച് അരച്ചെടുക്കാനുണ്ട്. അതിനുള്ള ഐറ്റംസ് ഞാൻ പറഞ്ഞുതരാം. നാളികേരത്തിലോട്ട് നമുക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ജീരകം, ഒരു 1/4 ടീസ്പൂണോളം ജീരകം, നല്ല ജീരകമാണ്, ക്യുമിൻ സീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 ഇല കറിവേപ്പില. ഇത്രയാണ് നമ്മൾ നാളികേരം അരയ്ക്കാൻ വേണ്ടി വേണ്ടത്. ഒരുപാട് അങ്ങനെ ഫൈനായിട്ട് അരയ്ക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കാനേ പാടുള്ളൂ, അവിയലിലേക്കൊക്കെ ചെയ്യുന്ന പോലെ. കാരണം ഇത് പുഴുക്കാണ്, ഓവറായിട്ട് അങ്ങ് അരയ്ക്കാൻ പാടില്ല. പിന്നെ ചില സൈഡിൽ ചെറിയ ഉള്ളി ചേർക്കാറുണ്ട്, അതുപോലെ തന്നെ വെളുത്തുള്ളി ചേർക്കാറുണ്ട്. പക്ഷെ ഞാൻ ഇതൊന്നും ചേർക്കാറില്ല. ഞാൻ ഇത്രയും ഈ പറഞ്ഞ ഐറ്റംസ് മാത്രമേ ഞാൻ സാധാരണ രീതിയിൽ പുഴുക്കുണ്ടാക്കുമ്പോൾ ചേർക്കാറുള്ളൂ. ഇതിപ്പോ ഞാൻ 2 കപ്പ് നാളികേരമാണ് അളന്ന് വെച്ചിരിക്കുന്നത്. കാരണം ഈ റെസിപ്പിക്ക് നല്ലോണം നാളികേരം വേണം. നാളികേരം ഇല്ലെങ്കിൽ ഈ പുഴുക്കിട്ട് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ നാളികേരത്തിൽ ഒട്ടും ലുബ്ധ വിചാരിക്കാൻ പാടില്ല. 2 കപ്പ് നാളികേരം ഞാൻ പറഞ്ഞ അളവിന് കേട്ടോ.
നാളികേരം ഞാൻ നന്നായിട്ടൊന്ന് ഒതുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. 1/4 ടീസ്പൂണും കൂടെ ജീരകം ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഇട്ടപ്പോൾ കുറച്ച് പോരായ പോലെ തോന്നും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നാളികേരം ഞാൻ പറഞ്ഞ പോലെ അളവ് കൂടിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, അതിൽ കുറയാൻ പാടില്ല എന്തായാലും കേട്ടോ. നമ്മുടെ പയറ്, മുതിര, ചെറുപയർ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് നമ്മുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. വെള്ളം നോക്കുക, വെള്ളം പോരായിക തോന്നുകയാണെങ്കിൽ ഒരു 1/2 ഗ്ലാസും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അധികമൊന്നും വേണ്ട, 1/4 ഗ്ലാസ് മാത്രം മതിയാവും. ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ, എരിവിന്റെ പൊസിഷൻ എങ്ങനെയാന്ന് നോക്കട്ടെ കേട്ടോ. എരിവ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ എരിവ് ഇട്ട് കൊടുക്കണം. പയറ് ടേസ്റ്റ് ചെയ്താൽ തന്നെ അറിയാൻ പറ്റും. ഉപ്പും കുറവാണ്. 1/2 ടീസ്പൂണാണ് ഞാൻ ഇതിന് മുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്, ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇനി ഒരു 1/2 ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് മൊത്തത്തിൽ ഞാനിപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ കിഴങ്ങ് വർഗ്ഗങ്ങളും ഈ പയറിൽ കിടന്നിട്ട് വേവട്ടെ. അപ്പോഴാണ് ഇത് നന്നായിട്ട് വെന്തുടയേണ്ടതാണ്. അപ്പോൾ വേവ് കൂടിയെന്ന് പറഞ്ഞിട്ട് ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. നന്നായി വെന്തുടഞ്ഞ് നല്ലൊരു, അതാണ് പുഴുക്കെന്ന് പറയണത്. ഭയങ്കര ന്യൂട്രീഷ്യസ് അല്ലേ ഇത്. അപ്പോൾ നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിൽ കേട്ടോ. ഇതാ നമ്മുടെ 2 വിസിൽ വന്നു. ഞാനിപ്പോൾ ഇത് ഓപ്പൺ ചെയ്തു. അപ്പോൾ അതെ എല്ലാം നന്നായി അങ്ങ് വെന്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ഒന്ന് അരച്ചു വെച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കുക. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ എരിശ്ശേരിയുടെ പോലെ വരഞ്ഞ് വറുത്തതിലൊന്നും ഇല്ല. നാളികേരം ജസ്റ്റ് അരച്ച് ചേർക്കൽ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് കടുക് പൊട്ടിക്കലോ അല്ലെങ്കിൽ നാളികേരം ഗോൾഡൻ കളറാക്കി വറക്കലോ ഒന്നുമില്ല. ഈ പുഴുക്കിന്റെ പ്രത്യേകത അതാണ്. മാത്രമല്ല നമ്മൾ ഇനി ജസ്റ്റ് ഒന്ന് ഇതിന്റെ പച്ചമണം മാറുന്നവരെ അങ്ങ് കുക്ക് ചെയ്ത് കൊടുക്കും. അതിനുശേഷം പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഒഴിക്കും. ഇത്രേ ഉള്ളൂ ഇതിന്റെ പരിപാടി. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ, അതേസമയം നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഇതിൽ ആകപ്പാടെ അവസാനം ഒഴിക്കുന്ന ഓയിൽ മാത്രമല്ല ഇതിലോട്ട് ഓയിൽ പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു അവിയലിന്റെയും എരിശ്ശേരിയുടെയും ഒക്കെ ഒരു മിക്സ്. അവിയലാണെന്ന് വെച്ചാൽ അവിയലല്ല, എരിശ്ശേരിയാണെന്ന് വെച്ചാൽ എരിശ്ശേരിയല്ല, രണ്ടിന്റെയും നടുവിൽ നിൽക്കുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ എനിക്ക് ഇതിന്റെ ഉള്ളിലത്തെ കഷ്ണങ്ങളൊക്കെ ഒന്ന് കഴിക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് ഒരുപാടൊന്നും ഞാൻ ഉടച്ചു കൊടുക്കുന്നില്ല. കഷ്ണങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മാഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന്റെ പച്ചമുളകൊക്കെ മാറുന്ന വരെ നമുക്കിതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ എരിവൊക്കെ ഒന്ന് നോക്കുക. എരി കുറവാന്ന് തോന്നുകയാണെങ്കിൽ ഒരു പച്ചമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഇത് നല്ലോണം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഒരു 4-5 പേർക്ക് കഴിക്കാനുള്ള അളവാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത്. എരിവൊക്കെ എനിക്ക് പാകത്തിനാണ്. ഉപ്പ് ഇത്തിരി കുറവാണ്. ഉപ്പ് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാൻ പോവാണ്. സാധാരണ രീതിയിൽ പലരും ശർക്കര ചേർക്കാറില്ല, പക്ഷെ ഞാനിതിൽ ഇച്ചിരി ശർക്കര ചേർത്ത് കൊടുക്കും. എന്നാലാണ് എൻ്റെ ഒരു ടേസ്റ്റിലോട്ട് വരുള്ളൂ സംഭവം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. പച്ചമണം മാറുന്ന വരെ അങ്ങ് കുക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. വെള്ളം ഇരിക്കുമ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇരിക്കുമ്പോൾ തന്നെ ഇതിൽ വെള്ളമൊക്കെ നന്നായി വറ്റിക്കോളും. അതുകൊണ്ട് ഓവറായിട്ട് ഡ്രൈ ആക്കാൻ നിൽക്കണ്ട. ഇച്ചിരി നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര പരിപാടി ഓപ്ഷനിലാണ് കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഈ പുഴുക്കും കട്ടൻ ചായ ഉണ്ടെങ്കിൽ കുശാലായി. വേറൊന്നും വേണ്ട കഴിക്കാം. നമുക്ക് ഇതൊക്കെ ഒരു 11 മണിക്കൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. പിന്നെ ഇതൊക്കെ നമുക്ക് നമ്മുടെ തിരുവാതിരയും നാടും നാട്ടുകാരും തിരുവാതിരക്കളിയും പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. ഈ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് രുചിക്ക് മാത്രമല്ല, നമ്മുടെ ഓർമ്മകളെയും തൊട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പല ഡിഷസ് ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ ഇതൊന്നും അന്യം നിന്ന് പോകാൻ പാടില്ല. നമ്മുടെ തലമുറയ്ക്കും കൂടി പകർന്നു കൊടുക്കണം. നമ്മുടെ മക്കളും പേരക്കുട്ടികളും ഒക്കെ ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ രുചികളൊക്കെ അല്ലേ. കേരള സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ നാടൻ രുചികൾ. അത് പല സ്ഥലത്തും പല രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുക. ഇപ്പോൾ തൃശ്ശൂർ ഉണ്ടാക്കുന്ന പോലെയല്ല നമ്മൾ കോട്ടയത്ത് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആലപ്പുഴ ഉണ്ടാക്കുക, അതല്ലെങ്കിൽ കണ്ണൂർ ഉണ്ടാക്കുന്നത്. ഓരോരുത്തർക്കും അവരുടേതായ രുചികളുണ്ട് അല്ലേ. അപ്പോൾ എനിക്ക് അറിയാവുന്ന രുചികളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കൂ, അതിനുശേഷം പകർന്നു കൊടുക്കൂ കേട്ടോ. ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതൊരു സാമൂഹ്യ സേവനം തന്നെയായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാത്ത ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഹാപ്പിയാണ്. എനിക്ക് വരുന്ന മെസ്സേജസിൽ നിന്ന് ഞാൻ ഒരുപാട് സന്തോഷം അറിയുന്നുണ്ട് അവരുടെ. അപ്പോൾ എനിക്ക് ഒരുപാട് തൃപ്തിയും കിട്ടുന്നുണ്ട് അതിൽ നിന്ന്. എനിക്കിതൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. സാമൂഹ്യ സേവനം എന്ന് പറഞ്ഞാൽ നമുക്ക് പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് എൻ്റെ രീതിയിൽ എൻ്റെ കൊച്ചു പരിധിക്കുള്ളിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പകർന്നു നൽകുക, നിങ്ങളത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, അത് മാത്രം മതി. നമ്മുടെ ന്യൂ ഇയറിനായിട്ടുള്ള പിന്നെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്താണെന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പ്രത്യേകിച്ച് ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് ആലോചിച്ചിട്ടില്ല, തീരുമാനിച്ചിട്ടില്ല. പ്രത്യേകിച്ച് മാറ്റം വരുത്താനുണ്ടെന്ന് തോന്നുന്നില്ല. ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇതിൻ്റെ വെള്ളം ഒക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നമുക്കിനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ അങ്ങ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രഷ് കറിവേപ്പില ഇങ്ങനെ എടുക്കുക. ഇതിൽ നിന്നങ്ങ് ചിലവരിങ്ങനെ ഇതോടുകൂടി തന്നെ ഇടുന്നവരുണ്ട്. കൈ കൊണ്ടൊന്ന് ഞരടി കൊടുക്കുക.
വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ കുറച്ച് അധികം ആയിക്കോട്ടെ. വെളിച്ചെണ്ണയാണ് അതിൻ്റെ ടേസ്റ്റ്. കറിവേപ്പിലയും അതിൻ്റെ സ്മെല്ല് ഇതിലോട്ട് അങ്ങ് കംപ്ലീറ്റ് അങ്ങ് സ്പ്രെഡ് ആവണം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആഹാ, വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര സ്പെഷ്യൽ മാജിക് ആണല്ലേ. വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഏത് ടേസ്റ്റില്ലാത്തൊരു സംഭവമാണെങ്കിലും അത് ടേസ്റ്റായിട്ട് മാറും. സ്പെഷ്യലാണത്. നമ്മൾ മലയാളികൾക്ക് വെളിച്ചെണ്ണ ഇല്ലാത്ത എന്താഘോഷം. അപ്പോൾ അതെ, ഇനി നമുക്കിതൊരു 5 മിനിറ്റ് അടച്ച് വെക്കുക. അതിനുശേഷം ഫൈനലി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് അടച്ചു വെച്ചാൽ മാത്രമാണ്, ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അടച്ചു വെച്ചാൽ മാത്രമാണ് ഈ സ്മെല്ല് ഇതിലോട്ട് സ്പ്രെഡ് ആവുള്ളൂ, വെളിച്ചെണ്ണയുടെ കറിവേപ്പിലയുടെ ഒക്കെ. അതിനുശേഷം നമുക്ക് തുറന്നു നോക്കാം. ഇതാ ഞാനിപ്പോൾ തുറന്നു. മനോഹരമായൊരു സ്മെല്ല് വ്യാപിച്ചിരിക്കുകയാണ്. ഞാൻ വളരെ കുറച്ച് മാത്രമേ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഈ ഇതിലിട്ടിരിക്കുന്ന വല്ല ചേമ്പൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കഷ്ണത്തോടു കൂടി ഇങ്ങനെ എടുക്കുകയാണെങ്കിലാണ് ടേസ്റ്റ്. ഞാൻ കൂടുതൽ ഉടച്ച് ചേർത്തിരിക്കുന്നത് പയറാണ്, അതായത് പയറ്, മുതിര, ചെറുപയർ ഇട്ടിട്ടില്ല, അത് നന്നായിട്ട് ഉടച്ച് ചേർത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ കുറച്ച് കിഴങ്ങ് വർഗ്ഗങ്ങൾ അധികം ഉടച്ചിട്ടില്ല, കാരണം എനിക്കത് കടിക്കാൻ ഇഷ്ടമാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ എല്ലാം കൂടി അങ്ങ് മാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് അത്ര ഉണ്ടാവില്ല. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് കഷ്ണങ്ങളൊന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ കഷ്ണത്തോടു കൂടി കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഊതി കഴിക്കണം, ഭയങ്കര ചൂടാണേ. അടിപൊളിയുണ്ട് കേട്ടോ സംഭവം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പയർ വെച്ച് ചെയ്താലും മതി. ഇപ്പോൾ വൻപയറാണെങ്കിൽ വൻപയർ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ ചെറുപയറാണെങ്കിൽ ചെറുപയർ മാത്രം ഇട്ട് ചെയ്താൽ മതി. ഞാൻ പക്ഷേ 3 എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ, അതൊരു നിർബന്ധങ്ങളും ഇല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിട്ട് ചെയ്യൂ. ഇപ്പോൾ ദുബായിലൊക്കെ ആണെന്ന് ഇപ്പോൾ നമ്മൾ എല്ലാ കടകളിലും ചിലപ്പോൾ ഇതൊന്നും അവൈലബിൾ ആയിരിക്കില്ല. കുറുക്ക് ഞാൻ കുറേ അന്വേഷിച്ച് നടന്നു, പക്ഷേ എനിക്ക് കുറുക്ക് കിട്ടിയില്ല. അപ്പോൾ അതൊക്കെ ഇതാണ് പ്രശ്നങ്ങൾ. അപ്പോൾ നിങ്ങൾ ഇത്രയും ഐറ്റംസ് ഇല്ല എന്ന് വിചാരിച്ച് ഉണ്ടാക്കാതിരിക്കരുത്. കയ്യിലുള്ളത് വെച്ച് നിങ്ങൾ ഉണ്ടാക്കൂ കേട്ടോ. അതിനുശേഷം എൻ്റെ അടുത്ത് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ ഓഫ് ചെയ്യാൻ മറക്കരുത്, കാരണം ഇത് തണുക്കുമ്പോൾ ഓവറായിട്ട് അങ്ങ് കട്ടിയിട്ട് മാറും, അത് നന്നായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഒരു ചെറിയൊരു വെള്ളത്തോട് കൂടുതൽ കൺസിസ്റ്റൻസിയിൽ അങ്ങ് ഓഫ് ചെയ്ത് വെക്കാം. അതിനുശേഷം നിങ്ങൾ എല്ലാവരും ഞാനിപ്പോൾ രാത്രി നിന്നിട്ടാണ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. കാരണം ഇതിപ്പോൾ നാളെ ന്യൂ ഇയറാണ്. ന്യൂ ഇയറിന് ഇപ്പോൾ വേറെ പരിപാടികളൊക്കെ ഉണ്ട്, അപ്പോൾ നടക്കില്ല. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഞാനിത് ചെയ്തുകൊണ്ട് ഉപകാരം ആർക്കും ഉണ്ടാവില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഇത് അബദ്ധം സംഭവിച്ചാണോ അത് തന്നെ ഉണ്ടായതാണ്? അബദ്ധം സംഭവിച്ചു.